നല്ല വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കാന്താരി മുളകെല്ലാം ചതച്ചിട്ട് ഒരു കൊഞ്ച് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ഒന്ന് കണ്ടു നോക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊഞ്ച് മസാല ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നല്ല കാന്താരി നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം. ഇത് കല്ലിൽ തന്നെ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കിട്ടുന്നത്. അല്ലാത്തൊരു മാത്രം മിക്സി യൂസ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, കാന്താരിയൊക്കെ നന്നായിട്ട് ഒതുക്കിയെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി, ആ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ ഇട്ട് ചതച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ അതേ വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ചതഞ്ഞ് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 5-6 അല്ലി ചുവന്നുള്ളി, അത് ഓരോന്നിട്ട് അതിനെ നമുക്ക് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുച്ചി കാന്താരി മുളക് എല്ലാം ചതച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടെ, നമ്മുടെ വേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചതച്ചെടുക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ കൊഞ്ചിനുള്ള മസാല. ഇതെല്ലാം ചതച്ച് റെഡിയാക്കി ഇനി നമുക്ക് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോവാം. ഇപ്പോൾ ഞാനൊരു 200 ഗ്രാംസ് ഒരു 250 ഗ്രാംസോളം നല്ല വലിയ കൊഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് വന്നിട്ട് നമുക്ക് പുരട്ടി കുറച്ച് നേരം വെക്കണം. ഒരു 10 മിനിറ്റ്, അധികം വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്കതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണം ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കൊഞ്ചിനുള്ള ചതച്ച മസാല റെഡിയായി, മാരിനേഷൻ റെഡിയായി. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ കൊഞ്ച് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുകും ഉലുവയും, ആ ഉലുവയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. കടുകും ഇട്ട് പൊട്ടിക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തതും കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കിയപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനി ഒന്ന് ക്രിസ്പായിട്ട് അങ്ങനെ ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതായത് ഇതൊക്കെ സവാളയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ക്രിസ്പായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടണം ഈ ചെമ്മീൻ മസാലയിൽ, കൊഞ്ച് മസാലയിൽ. അപ്പോൾ അതൊന്ന് വാടി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലിൽ ചതച്ച് ആ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, കറിവേപ്പില അതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അധികം അങ്ങനെ മൂത്ത് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നാൽ പച്ചച്ചവ മാറും. സവാളയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു പുളി വേണമല്ലോ, അപ്പോൾ നല്ല നാടൻ കുടംപുളിയുടെ ഒരു കഷ്ണം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം കുടംപുളി, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില, ഇതെല്ലാം ഒന്ന് വഴന്ന് വരും. എന്നിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് ആ കൊഞ്ച് മാരിനേറ്റ് ചെയ്ത് ഇട്ട് പുരട്ടി എടുക്കാനായിട്ട്. ഒരു ഇച്ചിരി വെള്ളം കൂടെ കൊഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം ആ മാരിനേറ്റ് ചെയ്ത കൊഞ്ച് ഞാനിട്ട് കൊടുത്തു. അത് ആ മസാലയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ശരിക്കും കൊഞ്ചൊക്കെ വേവാനായിട്ട് 3 to 5 മിനിറ്റ്സ് മതി. അല്ലെങ്കിൽ അതിങ്ങനെ റബ്ബറിഷായി പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ ഹൈ ഹീറ്റിൽ തന്നെ 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു, എന്നുവെച്ചാൽ അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൊഞ്ചിൻ്റെ ജ്യൂസ് ഇറങ്ങിക്കോളും. എന്നിട്ട് അതിനകത്ത് ഇന്ന് അതിങ്ങനെ കുക്കായി കിട്ടും. ഒരു 4 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തിൽ നിന്ന് വാങ്ങാം.
അപ്പോൾ നമ്മുടെ കൊഞ്ച് മസാലയൊക്കെ റെഡിയായി. അരപ്പൊക്കെ ആ കൊഞ്ചിൽ പൊതിഞ്ഞ് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്ത് കാച്ചിയമോരും കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ച്. കാച്ചിയമോരും പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൊഞ്ച് റോസ്റ്റും അല്ലെങ്കിൽ കൊഞ്ച് മസാല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ ഡിഷിന് കൊഞ്ച് തന്നെ വേണമെന്നില്ല, നമുക്ക് ചെമ്മീനും വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം.